ഹലോ ഫ്രണ്ട്സ്, സായിസ് ഫാമിലി വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോ 6 മാസം മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി കുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വൃത്തിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറുക്കുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം, റാഗി പൗഡർ, പിന്നെ പനങ്കൽക്കണ്ടം. ഞാൻ പനങ്കൽക്കണ്ടാണ് എടുത്തത്. കരിപ്പട്ടി ശർക്കര ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ആദ്യം തന്നെ നമ്മൾ പാൻ നല്ലവണ്ണം കഴുകിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പനങ്കൽക്കണ്ടം നമുക്ക് ഉരുക്കിയെടുക്കാം. ഈ പനങ്കൽക്കണ്ടം ഉരുക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും കരട്, കോല്, എന്തെങ്കിലും കമ്പ് കഷ്ണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ഉരുക്കിയെടുത്ത് ചൂടാറിയതിന് ശേഷം നമ്മളത് അരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കുറുക്കിനകത്തേട്ട് നമ്മളിത് കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ, റാഗി പൗഡറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ. നമുക്കത് കൊച്ചിന് കൊടുക്കുമ്പോൾ കൊച്ചിൻ്റെ തൊണ്ടയിൽ തടയും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് നമ്മളിത് ആദ്യം ഉരുക്കിയെടുക്കുന്നത്. നല്ലോണം ഉരുക്കിയെടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, ചൂടാറാനായിട്ട് വയ്ക്കാം. അതിനുശേഷം പാൻ നന്നായിട്ട് കഴുകുക, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരരിപ്പ് വെച്ചിട്ട് ഈ പൗഡർ അരിച്ചെടുക്കാനായിട്ടാണ്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൗഡറാണ്. വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനത് വീട്ടിൽ തന്നെ പൊടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇത് റാഗി വെള്ളത്തിലിട്ട് അപ്പോൾ ആവശ്യങ്ങൾക്ക് അരച്ചെടുക്കുകയായിരുന്നു. അരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫൈബർ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ തൊണ്ട് മുഴുവൻ പോവുകയായിരുന്നു. ആ തൊണ്ട് മുഴുവൻ പോയി കഴിഞ്ഞ് ബാക്കി അതിൻ്റെ ആ വെളുത്ത ഇത് മാത്രം പൗഡർ മാത്രം നമ്മൾ കുറുക്കി കൊച്ചിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മോഷൻ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് ഇങ്ങനെ പൊടിച്ചുപയോഗിക്കുന്ന കാര്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ചൂടാറാൻ വെച്ചേക്കുന്ന പനങ്കൽക്കണ്ടം ഉരുക്കിയത് അരിച്ചെടുക്കണം. ഞാനിത് അരിച്ചെടുത്തപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ അരിച്ച സമയത്ത് ഇതിനകത്തുനിന്ന് കരടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം അരിച്ചെടുക്കണമെന്ന് പറയാനുള്ള കാരണം. നന്നായി ഒന്ന് യോജിപ്പിക്കണം. അത് പനങ്കൽക്കണ്ടം ഒഴിച്ച് കഴിഞ്ഞ് ആ റാഗി പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് അതിൽ വെച്ച് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക, നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ആദ്യം ഇളക്കി കഴിഞ്ഞ് അതൊന്ന് തിളച്ച് തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. കാരണം ഇതിന് നമുക്ക് വെള്ളത്തിനൊന്നും ഒരു അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിത് കുറുകി വരുന്നതിനനുസരിച്ച് ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ കട്ടി കൂട്ടിയും കുറച്ചുമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊരു മാക്സിമം ഒരു 5 മിനിറ്റ് മതി ഇത് കുറുകിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ശകലം ചേർത്ത് കൊടുത്ത് നമ്മൾ ഇളക്കി നമ്മളെ കുട്ടിക്ക് എത്ര കട്ടി ആഹാരം കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ അത്രയും കട്ടിയായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി ലൂസായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ലൂസായി നല്ലോണം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇളക്കി റെഡിയാക്കി എടുക്കാം. ആദ്യമായിട്ട് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ കുറച്ച് ലൂസായി തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. ആ ഭക്ഷണവുമായി കുട്ടി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് പയ്യെ ഭക്ഷണത്തിൻ്റെ കട്ടി കൂട്ടി വെള്ളം കുറച്ച് നമുക്കുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞ് നമുക്കത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് കുട്ടിക്ക് കൊടുക്കാനായിട്ട് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് അത് മാറ്റാം. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കുട്ടികൾ ഏത് അളവിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് കുട്ടി നല്ലോണം കഴിക്കുന്നത്, ആ അളവിൽ വെള്ളം ചേർത്ത് നമുക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.